4ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇഹ്സാനിലെ 6ാമത്തെ പാഠം നോക്കൂ. പാഠം 6. മുതിർന്നവരെ ആദരിക്കാം. മുതിർന്നവർ പ്രായം കൂടിയവർ. പ്രായം കൂടിയവരെ ആദരിക്കാം, ബഹുമാനിക്കാം. നമുക്ക് പാഠം നോക്കാം. നമുക്ക് ഒരു നല്ല കഥ പറഞ്ഞു തുടങ്ങാം. ഒരു നല്ല കഥ പറഞ്ഞുകൊണ്ട് പാഠം തുടങ്ങാം. ശത്രുക്കളുടെ ക്രൂരമായ പീഡനം സഹിക്കാനാവാതെ ജനിച്ചു വളർന്ന മക്ക വിട്ട് മദീനയിൽ അഭയം തേടിയ മുസ്ലിങ്ങൾ വർഷങ്ങൾക്ക് ശേഷം പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ ശത്രുക്കളിൽ നിന്ന് മക്കയെ മോചിപ്പിച്ചു. ശത്രുക്കളുടെ ക്രൂരമായ പീഡനം സഹിക്കാനാവാതെ ജനിച്ച നാടും വീടും വിട്ട് മദീനയിലേക്ക് പോയ മുസ്ലിങ്ങൾ വർഷങ്ങൾക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ മക്കയെ മോചിപ്പിച്ചു. മക്ക ശത്രുക്കളിൽ നിന്ന് മോചിപ്പിച്ചു. ജനിച്ചു വളർന്ന നാട്ടിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളെയും ആട്ടിയോടിച്ച ശത്രുക്കൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാപ്പ് നൽകുകയാണ് ചെയ്തത്. മക്കയെ മോചിപ്പിച്ച സമയത്ത് നബി തങ്ങൾ ആ ശത്രുക്കൾക്കെല്ലാം മാപ്പ് നൽകുകയാണ് ചെയ്തത്. അതേ ദിവസം ധാരാളം പേർ ഇസ്ലാമിലേക്ക് വന്നു. മക്ക വിജയ ദിവസം ധാരാളം പേർ ഇസ്ലാമിലേക്ക് വന്നു. അവരിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വൃദ്ധനായ പിതാവ് അബൂ ഖുഹാഫയും ഉണ്ടായിരുന്നു. ധാരാളം പേർ അന്ന് ഇസ്ലാമിലേക്ക് വന്നു. അവരിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആരാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു? ആദ്യമായി പുരുഷന്മാരിൽ നിന്ന് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. ഇസ്ലാമിന്റെ 1ാമത്തെ ഖലീഫയുമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വൃദ്ധനായ പിതാവ് അബൂ ഖുഹാഫ, അബൂബക്കർ റളിയല്ലാഹുവിന്റെ പിതാവ് ഉണ്ടായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ വന്ന അബൂ ഖുഹാഫയെ കണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, വൃദ്ധനായ ആളെ വീട്ടിൽ തന്നെ ഇരുത്തിയാൽ മതിയായിരുന്നു, ഞാൻ അവിടെ വന്നു കാണുമായിരുന്നല്ലോ. നബി തങ്ങളെ കാണാൻ വേണ്ടി വന്ന ആ വൃദ്ധനായ അബൂ ഖുഹാഫയെ കണ്ട് നബി തങ്ങൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, വൃദ്ധനായ ആളെ വീട്ടിൽ തന്നെ ഇരുത്തിയാൽ മതിയായിരുന്നു, ഞാൻ അവിടെ വന്ന് കാണുമായിരുന്നല്ലോ. നബി തങ്ങൾ അവസാനത്തെ പ്രവാചകനാണ്. എന്നിട്ടുകൂടി വൃദ്ധനായ ആ മനുഷ്യനെ വീട്ടിലിരുത്തിയാൽ മതിയായിരുന്നു, അയാളെ വീട്ടിൽ വന്ന് കാണുമായിരുന്നു എന്നാണ് നബി തങ്ങൾ പറഞ്ഞത്. അയാൾക്ക് പ്രായം കൂടുതലാണ്, വൃദ്ധനാണ്. അതുകൊണ്ട് തന്നെ മുതിർന്നവരെ ആദരിക്കണം എന്നതാണ് നബി തങ്ങൾ ഇതിൽ നിന്നും സൂചിപ്പിച്ചത്. പ്രായം കൂടിയവർ മുതിർന്നവരാണ്, അവരെ ബഹുമാനിക്കണമെന്ന ഒരു വലിയ പാഠം ഈ ചരിത്രം നമുക്ക് നൽകുന്നു. പ്രായം കൂടിയ ആളുകൾ മുതിർന്നവരാണ്, അവരെ നാം ബഹുമാനിക്കണം എന്ന ഒരു വലിയ പാഠം ഈ ചരിത്രം നമുക്ക് നൽകുന്നു. അന്ത്യപ്രവാചകനായിരുന്നിട്ടുകൂടി മുതിർന്ന ആളുകളെ നബി തങ്ങൾ ബഹുമാനിക്കുമായിരുന്നു. മുതിർന്നവരെ എങ്ങനെ ആദരിക്കാം? മുതിർന്ന ആളുകളെ എങ്ങനെ ആദരിക്കാം? ആദരവോടെ വിളിക്കുക. അവരെ പേര് വിളിക്കാൻ പാടില്ല, ആദരവോടെ വിളിക്കുക. തന്നേക്കാൾ പ്രായം കൂടിയവരെ ആദരവോടെ വിളിക്കുക. അദബോടെ സംസാരിക്കുക. അവരോട് അദബോടെ സംസാരിക്കുക. അവരെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുക. അവരെ കാണുമ്പോൾ നാം എഴുന്നേറ്റ് നിൽക്കുക. ഭക്ഷണം നൽകുമ്പോൾ മുൻഗണന നൽകുക. പ്രായം കൂടിയ ആളുകൾക്ക് മുൻഗണന നൽകുക. ഇരിപ്പിടം ഒഴിഞ്ഞു കൊടുക്കുക. അവർക്ക് ഇരിക്കാൻ സ്ഥലം ഒഴിഞ്ഞു കൊടുക്കുക. ഇത് പഠിച്ചു വെക്കുക. ആദരവോടെ വിളിക്കുക, അതബോടെ സംസാരിക്കുക, അവരെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുക, ഭക്ഷണം നൽകുമ്പോൾ മുൻഗണന നൽകുക, ഇരിപ്പിടം ഒഴിഞ്ഞു കൊടുക്കുക. അടുത്തത് നോക്കൂ. ലൈസ മിന്ന മൻ ലം യർഹം സ്വൈറന വയരിഫ് ഷറഫ കബീറന. അതിന്റെ അർത്ഥം വലിയവന്റെ മഹത്വം അറിയാത്തവനും
ചെറിയവരോട് കരുണ കാണിക്കാത്തവനും നമ്മിൽപ്പെട്ടവനല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. വലിയവന്റെ മഹത്വം അറിയാത്തവനും വലിയവരെ ആദരിക്കാത്തവനും ചെറിയവരോട് കരുണ കാണിക്കാത്തവനും ചെറിയ ആളുകളോട് കരുണ കാണിക്കാത്തവനും നമ്മിൽപ്പെട്ടവനല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഈ പാഠത്തിന്റെ തദ്രീബാത്ത് പഠന പ്രവർത്തനങ്ങൾ നോക്കൂ. ഒന്നാമത്തെ ഉത്തരം എഴുതാം. അതിൽ ഒന്നാമത്തെ, മക്ക വിജയ ദിവസം ശത്രുക്കളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെരുമാറ്റം എങ്ങനെയായിരുന്നു? മക്കയിൽ നിന്നും ആട്ടിയോടിച്ച് ക്രൂരമായ പീഡനങ്ങൾ നൽകിയ ആ ശത്രുക്കളോട് മക്ക വിജയ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെരുമാറ്റം എങ്ങനെയായിരുന്നു? അതിന്റെ ഉത്തരം, ശത്രുക്കൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാപ്പ് നൽകി. ശത്രുക്കൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാപ്പ് നൽകി. രണ്ടാമത്തെ ചോദ്യം, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവിന്റെ പേര് എന്ത്? അതിന്റെ ഉത്തരം, അബൂ കുഹാഫ. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവിന്റെ പേര് അബൂ കുഹാഫ. മൂന്നാമത്തെ ചോദ്യം, അബൂ കുഹാഫയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദരവ് കാണിക്കാനുണ്ടായ കാരണം. നബി തങ്ങൾ അബൂ കുഹാഫയോട് ആദരവ് കാണിക്കാനുണ്ടായ കാരണം. അതിന്റെ ഉത്തരം, അബൂ കുഹാഫ വൃദ്ധനായതുകൊണ്ട്. അബൂ കുഹാഫ വൃദ്ധനായതുകൊണ്ട്. അയാൾ വൃദ്ധനായിരുന്നു. വലിയവരെ ബഹുമാനിക്കണം എന്നതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് ആദരവ് കാണിച്ചത്. ഉത്തരം എഴുതേണ്ടത് അബൂ കുഹാഫ വൃദ്ധനായിരുന്നതുകൊണ്ട്. നാലാമത്തെ ചോദ്യം, മുതിർന്നവരോടുള്ള ആദരവിന്റെ ഭാഗമായി ചെയ്യാവുന്ന കാര്യങ്ങളിൽ രണ്ടെണ്ണം എഴുതിയാൽ മതി. അതിന്റെ ഉത്തരം, ആദരവോടെ വിളിക്കുക, അതബോടെ സംസാരിക്കുക, അവരെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുക, ഭക്ഷണം നൽകുമ്പോൾ മുൻഗണന നൽകുക, ഇരിപ്പിടം ഒഴിഞ്ഞു കൊടുക്കുക. ഇതിൽ നിന്നും ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി. അടുത്തത് നോക്കൂ, പൂരിപ്പിച്ച് ആശയം എഴുതാം. ഇവിടെ പൂരിപ്പിക്കുകയും വേണം, അതിന്റെ അടിയിൽ ആശയം എഴുതാം, അർത്ഥം എഴുതാം. ലൈസ മിന്ന മൻ ലം യർഹം ഡാഷ് വയാരിഫ് ഡാഷ് കബീറന. അവിടെ എഴുതേണ്ടത് ലൈസ മിന്ന മൻ ലം യർഹം സ്വൈറന വയാരിഫ് ഷറഫ കബീറന. അവിടെ എഴുതേണ്ടത് സ്വൈറന ഷറഫ. അതിന്റെ അർത്ഥം എഴുതുക, വലിയവന്റെ മഹത്വം അറിയാത്തവനും ചെറിയവരോട് കരുണ കാണിക്കാത്തവനും നമ്മിൽപ്പെട്ടവനല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. ശീലമാക്കാം തന്നേക്കാൾ പ്രായമുള്ളവരെ ആദരിക്കൽ. എങ്ങനെയാണ് അത് ശീലമാക്കുക? അവരെ ആദരവോടെ വിളിക്കുക, അതബോടെ സംസാരിക്കുക, അവരെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുക, അവർക്ക് ഇരിപ്പിടം ഒഴിഞ്ഞു കൊടുക്കുക. ഇങ്ങനെയെല്ലാം ചെയ്ത് തന്നേക്കാൾ പ്രായമുള്ളവരെ ആദരിക്കാം. അടുത്തത് കണ്ടെത്താം. ഉപ്പാപ്പ, ഉമ്മാമ, ഉപ്പ, ഉമ്മ എന്നിവരല്ലാത്ത കുടുംബത്തിലെ മുതിർന്നവരുടെ പേരുകൾ, അവരുടെ പേരുകൾ കണ്ടെത്തുക. ഓരോരുത്തരുടെയും കുടുംബത്തിലെ ഉപ്പാപ്പ, ഉമ്മാമ, ഉപ്പ, ഉമ്മ അല്ലാത്തവരുടെ പേരുകൾ, എളാപ്പ, മൂത്താപ്പ, അമ്മായി, മാമ ഇവരുടെയൊക്കെ അതുപോലുള്ള ആളുകളുടെയൊക്കെ പേരുകൾ കണ്ടെത്തുക. ഈ പാഠം ഇവിടെ അവസാനിക്കുന്നു. 4ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.